എട്ടാം ശമ്പള കമ്മീഷന്റെ വരവോടെ പെൻഷൻ തുകയിൽ വർധനവ് പ്രതീക്ഷിച്ചിരുന്നവർക്ക് നിരാശ. 2026 ജനുവരി 1 മുമ്പ് വിരമിച്ചവരുടെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലെ അവ്യക്തതയാണ് കാരണം. എട്ടാം ശമ്പള കമ്മീഷന്റെ വരവോടെ തങ്ങളുടെ പെൻഷൻ തുകയിൽ വലിയൊരു വർധനവ് പ്രതീക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് കേന്ദ്ര സർക്കാർ പെൻഷൻകാർ ഇപ്പോൾ കടുത്ത ആശങ്കയിലായിരിക്കുകയാണ്. 2026 ജനുവരി 1 മുൻപ് വിരമിച്ചവരുടെ പെൻഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനത്തിലെ അവ്യക്തതയാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ എട്ടാം ശമ്പള കമ്മീഷന്റെ ഔദ്യോഗിക ടേംസ് ഓഫ് റെഫറൻസ് രേഖയിൽ നിലവിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തെക്കുറിച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട്. എന്നാൽ ഇതിനകം വിരമിച്ചവരുടെ പെൻഷൻ പരിഷ്കരണത്തെക്കുറിച്ച് ഈ രേഖയിൽ ഒരു വരി പോലും പരാമർശിച്ചിട്ടില്ലെന്നതാണ് പെൻഷൻകാർക്കിടയിൽ വ്യാപകമായി ആശങ്ക പടരാനിടയാക്കിയ സാഹചര്യം. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഭാരത് പെൻഷനേഴ്സ് സമാജം, ഓൾ ഇന്ത്യ ഡിഫൻസ് എംപ്ലോയീസ് ഫെഡറേഷൻ തുടങ്ങിയ പ്രമുഖ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. പെൻഷൻ എന്നത് സർക്കാർ നൽകുന്ന ഒരു ഔദാര്യമല്ലെന്നും വർഷങ്ങളോളം സേവനമനുഷ്ഠിച്ചവർക്ക് ലഭിക്കേണ്ട ഭരണഘടനാപരമായ ആവശ്യമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഔദ്യോഗിക വിജ്ഞാപനത്തിൽ അടിയന്തരമായി ഭേദഗതി വരുത്തണമെന്നാണ് പെൻഷനർമാരുടെ സംഘടനകൾ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. അതേസമയം സോഷ്യൽ മീഡിയയിലും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മിനിമം പെൻഷൻ 21,600 രൂപയാകുമെന്നോ 25,000 രൂപയാകുമെന്നോ ഉള്ള തരത്തിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം ഊഹാപോഹങ്ങളെ വിശ്വസിക്കരുതെന്നും ഔദ്യോഗിക സർക്കാർ അറിയിപ്പുകൾക്കായി കാത്തിരിക്കണമെന്നും പെൻഷനുകാർക്ക് മുന്നറിയിപ്പുണ്ട്. പുതിയ ശമ്പള ഘടന 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇത് നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിട്ടാൽ മുൻകാല പ്രാബല്യത്തോടെ ജീവനക്കാർക്ക് വലിയൊരു തുക ശമ്പള കുടിശ്ശികയായി ലഭിച്ചേക്കും. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.